ദുബായിൽ പ്ലാസ്റ്റിക് ബാഗുകൾക്ക് ജൂൺ മുതൽ വിലക്ക്. ഒന്നിലേറെ തവണ ഉപയോഗിക്കാവുന്ന തുണിസഞ്ചികളിലേക്ക് മാറാനാണ് നഗരസഭയുടെ നിർദ്ദേശം. നിയമം ലംഘിക്കുന്നവർക്ക് 200 ദിർഹം പിഴ ചുമത്തും. കുവൈറ്റിൽ ഒരാഴ്ചക്കിടെ കണ്ടെത്തിയത് 28,000-ലേറെ ട്രാഫിക് നിയമലംഘനങ്ങൾ. മേജർ ജനറൽ യൂസഫ് അൽ ഖദയുടെ നേതൃത്വത്തിൽ ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് പരിശോധന നടത്തി. മെയ് 18 മുതൽ 24 വരെയുള്ള കാലയളവിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. ഗിസൈസിൽ 32 പുതിയ റോഡുകൾ പൂർത്തിയായി. വാഹനങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷി 200% വർദ്ധിച്ചു. 10 കിലോമീറ്റർ നീളത്തിലാണ് 32 റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഷാർജയിലെ ആരോഗ്യ നഗരങ്ങൾ പദ്ധതി 3 ഇടങ്ങളിലേക്ക് കൂടി. ഗോർഫക്കാൻ, ഖൽബ, അൽദൈദ് എന്നിവിടങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഷാർജ ആരോഗ്യ വകുപ്പ് ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സ്വകാര്യ മേഖലയിൽ സ്വദേശികളുടെ എണ്ണം ലക്ഷം കടന്നു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. റഫേൽ ഇസ്രായേൽ ആക്രമണത്തിൽ 40 പേർ കൊല്ലപ്പെട്ടു. 24 മണിക്കൂറിനിടെ മരിച്ചത് 160 പേർ. സുരക്ഷിത മേഖലയെന്ന് ഇസ്രായേൽ നേരത്തെ അവകാശപ്പെട്ടിരുന്ന കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത്. ഇടക്കാല ജാമ്യം നീട്ടണമെന്നാവശ്യപ്പെട്ട് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചു. 7 ദിവസം കൂടി ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്നാണ് ആവശ്യം. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അപേക്ഷ.